നമസ്കാരം. ഓ ഓ ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം 45-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഠ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്ലോകം. ഠ. ഠക്കാമൃദംഗതുടിതാളങ്ങൾ കേട്ടനുഭവിക്കാമിതിന്നിലയിൽ എന്നേടമോർത്തു മമ പാർക്കുന്നതല്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമ. നാരായണായ 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 നമ. ഠക്കാമൃദംഗ തുടിതാളങ്ങൾ കേട്ടനുഭവിക്കാം എന്നോർത്ത് മമ മനം തീൻ കണ്ട ആളാന ബദ്ധകരി പോലെ പാർക്കുന്നതല്ല. ഠക്ക, മൃദംഗം, തുടിതാളങ്ങൾ അനാഹതധ്വനിയെയാണ് കുറിക്കുന്നത്. ഇവ മൂന്നും, അതായത് ഠക്ക, മൃദംഗം, തുടിതാളങ്ങൾ എന്നിവ അനാഹതധ്വനിയെയാണ് സൂചിപ്പിക്കുന്നത്. യോഗികൾക്ക് ധ്യാനനിരതമായ ഒരവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന നാദബ്രഹ്മമാണത്. സ്ഥൂല പദാർത്ഥങ്ങളുടെ മുഴുവനും മൂലമാണ് ഇത്. കുണ്ടലിനി യോഗം കൊണ്ട് താൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം മുഴുവനും ആ നാദമായി പരാത്പരത്തിൽ ലയിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. യോഗികൾ കേൾക്കുന്ന അനാഹതധ്വനി ലാക്ഷണിക അർത്ഥത്തിലാണ് ഇവിടെ പ്രയുക്തമാകുന്നത്. ഏതു നിലയിലാണ് അനാഹതധ്വനി അനുഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം. കുണ്ടലിനി ശക്തി ഉണർന്ന് അനാഹത പത്മത്തിലെത്തുമ്പോൾ ബ്രഹ്മത്തിൻ്റെ നാദരൂപം അറിയാറാകും. ധ്യാനത്തിൽ ആ നാദത്തിൽ പിടിച്ചു നമുക്ക് നിൽക്കാം. ആശ്രയമായിട്ട് ആ നാദത്തിൽ പിടിച്ചു നിൽക്കാം. അവിടുന്ന് അപ്പുറം കടന്നാൽ കേവല ബോധരൂപമായ ചൈതന്യത്തിൽ അഥവാ ആനന്ദത്തിൽ ലയിച്ചു ചേരുകയും ചെയ്യും. പക്ഷേ അതിന് ഏകാഗ്രത വേണം. നിസ്സംഗമായി മനസ്സ് നിൽക്കണം. മനസ്സിനെ നിസ്സംഗതയിലെത്തിക്കാൻ വളരെ പ്രയാസമാണ്. മനസ്സെന്ന് പറയുന്നത് ബദ്ധമായ ആത്മാവിൻ്റെ മായാരൂപമാണ്. അതൊരു തോന്നൽ മാത്രമാണ്. തോന്നൽ തന്നെ ബന്ധമെന്ന് പറയുന്നതും. അനുപ്രസ്ഥതയിൽ സ്ഥൂലമായി ഈ പ്രപഞ്ച നാനാത്വം ദർശിക്കുന്ന അന്തരംഗത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണ് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സ് ബദ്ധരൂപത്തിൽ ഉള്ളതുമാണ്. അതിനാൽ വിഷയങ്ങളാകുന്ന കുറ്റികളിൽ മാറ്റി മാറ്റി തളച്ച് വിഷയസുഖങ്ങളാകുന്ന തീറ്റകൾ തിന്നുകൊണ്ടിരിക്കുന്ന മനസ്സിന് ബദ്ധനായ ഒരു കരിവീരൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ട്. വിഷയസുഖാസക്തനായ മനുഷ്യനെ മതയാനയോട് ഉപമിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ സാഹിത്യങ്ങളിലും മറ്റും മിക്കവാറും കാണാറുമുണ്ട്. ആളാനബദ്ധകരി തീൻ കണ്ട പോലെ പാർക്കുന്നതല്ല എന്ന് പറയുന്നത്
നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അനാഹതധ്വനി കേട്ട് ഉറയ്ക്കുമെന്ന് വിചാരിക്കുമ്പോൾ മനസ്സ് വിഷയങ്ങൾ കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുമെന്നുള്ള സത്യം നമുക്ക് മറക്കാൻ പറ്റുകയില്ല. മനസ്സെപ്പോഴും വിഷയബദ്ധമാണ്. ആന കുറ്റിയിലും ബദ്ധനാണ്. ആനയുടെ മുൻപിൽ തീറ്റകൾ കിടക്കുന്നു. തളച്ചുറ്റിരിക്കുന്നത് കുറ്റിയിലുമാണ്. കുറ്റി വേണമെങ്കിൽ ആനയ്ക്ക് തകർക്കാൻ കഴിയുന്നതുമാണ്. എന്നാലും തീറ്റകൾ തിന്നാൻ ബദ്ധമാണ് ആനയ്ക്ക് മനസ്സ് എന്നുള്ളത് സ്മരിക്കണം. അതുപോലെ വിഷയബദ്ധമായ മനസ്സ് അതിൽ നിന്നും സ്വതന്ത്രമാകാൻ ശ്രമിച്ചാലും വിഷയസുഖങ്ങളിൽ കുടുങ്ങും. ആ സ്വാതന്ത്ര്യം അത് ഇഷ്ടപ്പെടുകയുമില്ല. അങ്ങനെയാണല്ലോ മായ പ്രവർത്തിക്കുന്നത്. മനസ്സ് ദുർനിഗ്രഹവും ചലവുമാണെന്നും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വേണം അതിനെ സ്വാധീനമാക്കാനെന്നും ഗീതയിൽ തന്നെ പലയിടത്തും പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആശയം തന്നെയാണ് ഇവിടെയും ഉള്ളത്. വൈരുദ്ധ്യങ്ങളുടെ സമന്വയ പ്രക്രിയ ഏതൊരു തത്വചിന്താപരമായ പ്രസ്താവനയിലും ജീവിതത്തിലും കാണപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് പല ശ്ലോകങ്ങളിലും അത് നാം കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ സൂക്ഷ്മചിന്തയിൽ ആ സമന്വയം വൈരുദ്ധ്യങ്ങളുടേതല്ല, പ്രത്യുത നമ്മുടെ ബുദ്ധി പകർന്നു തന്നിട്ടുള്ള ഒരു സമഗ്രതയുടെ അല്ലെങ്കിൽ ഏകതയുടെ തന്നെ പ്രകാശനമോ ദർശനമോ ആണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. 35-ാമത്തെ ശ്ലോകത്തിൽ ഘർമാതപം എന്ന ഒരു പദ്യത്തിൽ പറയുന്നുണ്ടല്ലോ. ഘർമാതപം കുളിർനിലാവിനെ കഠിനതപമായി രാമൻ കണക്കാക്കിയതും വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളോട് പിരിഞ്ഞ് അവരെ വിരഹാനല ദുഃഖിതകളാക്കിയതും വൈരുദ്ധ്യങ്ങളാണല്ലോ. ലൗകികമായി തന്നെ അവ രണ്ടാണ്. രാമാവതാരത്തിലെ ദുഃഖം കൃഷ്ണാവതാരത്തിലെ സുഖമായി മാറിയിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ കുളിർനിലാവ് ഘർമാതപമായതുപോലെ ഘർമാതപം കുളിർനിലാവായി എന്നതും ശരി തന്നെയാണ്. രാമനും കൃഷ്ണനും അസാധാരണ അവതാര പുരുഷന്മാരാകുമ്പോൾ ഘർമാതപത്തെ അഥവാ സാംസാരിക ക്ലേശത്തെ കുളിർനിലാവായി അല്ലെങ്കിൽ ആത്മാനന്ദ ചന്ദ്രികയായി കാണാൻ കഴിഞ്ഞത് ഒരു വൈരുദ്ധ്യമല്ല, അത് സത്യം മാത്രമാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും തമ്മിലെന്ന പോലെ തന്നെ ഘർമാതപത്തിനും കുളിർനിലാവിനും തമ്മിലും വൈരുദ്ധ്യവും അതേസമയം പൊരുത്തവും യഥാർത്ഥമായിട്ടുണ്ട്. ഈ വീക്ഷണത്തിൽ കാണുന്ന പൊരുത്തക്കേട് ഉപരിതലമായ വീക്ഷണത്തിൽ കാണുകയുമില്ല. ആ സത്യമാണ് ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. 45-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഠക്കാമൃദംഗതുടി താളങ്ങൾ കേട്ടനുഭവിക്കാമിതിൻ നിലയിൽ എന്നേടമോർത്തു മമ പാർക്കുന്നതല്ല മനമാളാന ബദ്ധകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.